പക്ഷേ ഒരു മോഷണം നടന്നാൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയൊക്കെ മുഖ്യമന്ത്രിമാർ യോഗി ആദിത്യനാഥിനെ കണ്ടുപിടിക്കണം. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അയോധ്യ രാമക്ഷേത്രം. എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ പേര് കേട്ട ഒരു ക്ഷേത്രം കൂടിയാണ് അയോധ്യ രാമക്ഷേത്രം. അയോധ്യ രാമക്ഷേത്രത്തിൽ അവിടെ സംഭാവന ചെയ്ത പൈസ പിന്നെ കണക്കിൽ കാണിക്കാതെ അടിച്ചു മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ യോഗി നേരിട്ട രീതി അതൊരു മാതൃകാപരമല്ലേ മാഷെ? ഇവിടെ ശബരിമലയൊക്കെ കാലാകാലങ്ങളായി കട്ടുകൊണ്ട് പോയിട്ട് ഇപ്പോഴും അന്വേഷിക്കാം, SIT വരും, കുറച്ച് പേരെ പിടിക്കില്ല, എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. എന്നെ എങ്ങനെ കാണാം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്തൊരു വാർത്തയാണ്. വലിയ മെസ്സേജുള്ളൊരു വാർത്തയാണ്. സാധാരണ തിരിമറിയോ മോഷണമോ അല്ല. ഇതിപ്പോൾ രാമക്ഷേത്രത്തിലെ മോഷണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം, ലോകത്തിൻ്റെ അഭിമാനമായി ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്നൊരു ക്ഷേത്രം, മാത്രമല്ല ഇന്ത്യാ ചരിത്രത്തിലെ വലിയ വിഖ്യാതമായ ചരിത്രമുള്ളൊരു ക്ഷേത്രം. അപ്പോൾ അതും ശ്രീരാമ ഭഗവാന്റെ ജന്മഭൂമിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിലൊരു മോഷണം ആരോപണമല്ല, വസ്തുതകളാണോ അല്ലേ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത് BJPയുടെ മുൻ MP ആണ്. ഇപ്പോൾ അദ്ദേഹം MP അല്ല, വിനയ് കത്തിയാർ എന്ന് പറയും, BJPയുടെ MP ആണ്. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു, അയോധ്യ ക്ഷേത്രത്തിലേക്ക് ഒഴുകി വരുന്ന നിരന്തരമായി കോടിക്കണക്കിന് രൂപ വരുമല്ലോ, ലോകം മുഴുവനുള്ള സന്ദർശകർ വരുന്നുണ്ട്, ആ പണം കണക്കിൽപ്പെടുന്നില്ല, പലതും കണക്കിൽ കൃത്രിമം നടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, അയോധ്യയിലെ ശ്രീരാമ ടെമ്പിൾ ട്രസ്റ്റ് ഉണ്ട്, അവരാണ് അതിൻ്റെ നടത്തിപ്പുകാർ. അവരൊക്കെ ഒരു പക്ഷേ UPയിലെ ഏറ്റവും ഉന്നതരായ പുരോഹിതന്മാരും സന്യാസിമാരും വലിയ ഹിന്ദു സമുദായ നേതാക്കളും ഒക്കെയാണ് ആ ട്രസ്റ്റിലുള്ളത്. അതിൽ മോഷണം നടക്കുന്നു, അതിൽ ചില കള്ളന്മാർ ഈ പണം തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് കേൾക്കുന്നു. അടിയന്തരമായി ആ കള്ളന്മാരെ പിടിച്ച് ഈ കളവിനെക്കുറിച്ച് അന്വേഷിക്കണം, ഈ കള്ളന്മാരെ പിടിക്കണം. ഒന്നുകിൽ അവർ പ്രാണനം കൊണ്ട് ഓടണം, അല്ലെങ്കിൽ അവരെ പിടിച്ച് ദൂരെ എറിയണം, സരയൂ നദിയിലേക്ക് എറിയണം. സരയൂ എന്ന് വെച്ചാൽ സാങ്കല്പിക. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിനയ് കത്തിയാറുടെ ഒരു പ്രസ്താവന വന്നു. സാധാരണഗതിയിൽ UP ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അത് അവഗണിക്കാം, അല്ലെങ്കിൽ കേസുണ്ടെങ്കിൽ നീ കേസ് കൊടു എന്നൊക്കെ പറയാം. നമ്മുടെ സ്റ്റൈൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ പരാതി വരട്ടെ, പോലീസ് പോയി അന്വേഷിക്കട്ടെ, തെളിവെടുക്കട്ടെ, എന്നിട്ട് FIR ഇടട്ടെ എന്നൊക്കെ പറയാലോ. 24 മണിക്കൂർ വിനയ് കത്തിയാറുടെ പ്രസ്താവന അച്ചടിച്ചു വന്ന് എയറിൽ വന്ന് 24 മണിക്കൂറിനകം പോലീസിലേക്ക് പോയില്ല, കോടതിയിലേക്ക് പോയില്ല, സാക്ഷിയും തെളിവെടുപ്പും ഒന്നും നടക്കാൻ പോയില്ല. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിക്കുകയാണ് അന്ന് വൈകുന്നേരം. അതായത് ഇന്നാണ് വിനയ് കത്തിയാർ പത്രസമ്മേളനം നടത്തുന്നതെങ്കിൽ പിറ്റേന്ന് അതേ സമയത്ത് പത്രസമ്മേളനം നടത്തുകയാണ് യോഗി ആദിത്യനാഥ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ മോഷണം നടന്നെങ്കിൽ ആരാണ് നടത്തിയത്, എത്രയാണ് നഷ്ടപ്പെട്ടത് എന്ന് കണ്ടെത്താൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, സാധാരണഗതിയിൽ FIR, കേസ്, പിന്നെ പോലീസ് തലത്തിലുള്ള ആലോചന ഒക്കെയാണല്ലോ, ഇദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുക. അത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ 3 പേര്, ഒന്ന് ആ സംസ്ഥാനത്തെ IG, ഒരാൾ, വേറൊന്ന് ലഖ്നൗ എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിലെ കമ്മീഷണർ, മൂന്നാമത്തെ ആൾ അവിടുത്തെ ഫൈനാൻസ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് സെക്രട്ടറി. ഈ പ്രധാനപ്പെട്ട IPS IAS കാഡറിൽ വരുന്ന 3 ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറങ്ങാൻ 24 മണിക്കൂർ കൊണ്ട്. ഈ SITക്ക് കൊടുത്ത ഉത്തരവ് എന്താണെന്ന് അറിയാം? അവർക്ക് കൊടുത്ത ഉത്തരവ് ഇതിനേക്കാളും ഭീകരമാണ്. ഇന്നു മുതൽ 7-ാം ദിവസം എനിക്ക് പ്രാഥമിക റിപ്പോർട്ട് കിട്ടണം. ഇന്നു മുതൽ 7 ദിവസം രാവും പകലും പണിയെടുത്തിട്ട് പ്രാഥമിക റിപ്പോർട്ട് വേണം. ഫൈനൽ റിപ്പോർട്ട് എന്താ? കുറ്റപത്രം, ആരാണ് പ്രതി, എത്ര നടന്നു, കേസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങുന്ന അവസാന റിപ്പോർട്ട് എനിക്ക് 15 ദിവസത്തിനകം കിട്ടണം. എന്ന് പറഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ ഒരു കേസ് അന്വേഷണവും ശിക്ഷയും ഒക്കെ തീരും. ഇതൊരു വലിയ പാടാണ്. അതാണ് അപ്പോൾ എന്താ സംഭവിക്കുക? തീർച്ചയായിട്ടും ആദ്യം അതിനെ സ്വാഗതം ചെയ്തത് ഈ മിണ്ടാത്തവരുണ്ടാവും. ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ സ്വാഗതം ചെയ്തു. നല്ല നടപടിയാണ്, ഞങ്ങളാരും ആവശ്യപ്പെടാതെ തന്നെ, അല്ലെങ്കിൽ ഞങ്ങളോട് പോലും ചോദിക്കാതെ തന്നെ ഞങ്ങൾക്കെതിരായ ഒരു പരാതി വന്നപ്പോൾ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത്, ഗൗരവത്തിൻ്റെ പ്രശ്നം എന്താ? ഒരു വ്യക്തിയുടെ സ്വത്ത് കളവ് പോയതല്ല, ഇത് ദൈവത്തിൻ്റെ സ്വത്താണ്. അതും ശ്രീരാമ ഭഗവാന് വേണ്ടി ആളുകൾ മനസ്സറിഞ്ഞ് പാവപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെയായ മനുഷ്യർ കൊടുക്കുന്ന ദാനമാണ്. ആ ദാനത്തിൽ
എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. ഞങ്ങളതിൻ്റെ സംരക്ഷകരാണ്, അതിന് സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അപ്പോൾ ഇതൊരു വല്ലാത്ത പാഠമാണ്. നീ പറഞ്ഞ ആദ്യത്തെ ഒരു സൂചനയുണ്ടല്ലോ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ദൈവത്തിൻ്റെ സ്വത്ത് കളവ് പോയാൽ എന്താ സ്ഥിതി? ദൈവത്തിന് ചോദിക്കാനും പറയാനും പറ്റൂല. ഒന്ന്, ദൈവത്തിന് വേണ്ടി ചോദിക്കാനും പറയാനും ആളില്ല. രണ്ട്, ദൈവത്തിൻ്റെ വീടാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ വാതിൽ തന്നെ പൊളിച്ചുകൊണ്ട് പോയാൽ ആലോചിച്ച് നോക്കൂ. ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ട് പോയാൽ ഇപ്പോഴും നമ്മൾ അന്വേഷിക്കും. അയ്യപ്പനെ കടത്തുന്നു എന്ന് മാത്രമല്ല, കടത്തിക്കൊണ്ട് പോയിട്ട് കൊണ്ടുപോകുമ്പോൾ ചെമ്പാണെന്ന്. മരം ചെമ്പാകുന്നു, ചെമ്പ് പിന്നെ സ്വർണ്ണമാകുന്നു. ഇപ്പോഴും അതും തരക്കേടില്ല. ഇത് കളവ് നടന്നിട്ട് ഇന്ന് കളവ് നടന്നാൽ നാളെയോ മറ്റന്നാളോ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ കൊള്ളാം, എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ആളുകളുടെ ശ്രദ്ധയിൽ വരുന്നത്. ഇപ്പോഴും എന്താ ചെയ്യണത്? ആരൊക്കെയാണ് ഇപ്പോൾ, എന്നാണ് നടന്നത്, ഇപ്പോഴും ആർക്കും അറിഞ്ഞൂടാ. എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എവിടെയാണ് ചെമ്പ് മാറ്റി സ്വർണ്ണമായത്, എന്നിട്ട് ആരാണ് സ്വർണം അടിച്ചു മാറ്റിയിട്ട് വീണ്ടും ചെമ്പടിച്ചത്, പിന്നെ ആരാണ് സ്വർണം പൂശി. ഇതിനൊന്നും അത് ഇടതുപക്ഷത്തിനോട് ചോദിക്കുമ്പോൾ വലതുപക്ഷത്തിന്റെ പേര് പറയും, വലതുപക്ഷത്തിനോട് ചോദിക്കുമ്പോൾ ഇടതുപക്ഷത്ത്. ഇവർ തമ്മിൽ അങ്ങനെ അടിച്ചു തീർക്കുക. അതെ, ഒരു ഭാഗത്ത് അത്. രണ്ടാമതൊരു തർക്കം എന്താ? ദേവസ്വം ബോർഡ് പറയുന്നു, അല്ല മന്ത്രി പറഞ്ഞിട്ടാ. ഇപ്പൊ ഇന്നതാ പപ്പൻ ആണല്ലോ പ്രശ്നം. ഇപ്പൊ ഇന്നത്തെ കേസ് അതാണല്ലോ. പപ്പൻ എന്താ പറയണത്? പപ്പൻ്റെ കേസ് എന്താ? ഇപ്പോൾ ഇന്ന് വരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ നേതാവും അവിടുത്തെ മുൻ MLA ഒക്കെ ആയിരുന്നല്ലോ ഇദ്ദേഹം, പത്മകുമാറിൻ്റെ പേരിൽ ഇന്നലെ നടപടിയെടുക്കാൻ ഇതുവരെ നടപടി എടുത്തില്ല. ദയനീയമായി തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശബരിമല കേസിൽ പത്മകുമാറിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിട്ട് പോലും ഇതുവരെ നടപടി എടുത്തിട്ടില്ല, അതൊരു വലിയ വീഴ്ചയാണ് എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞിട്ട് നിവൃത്തിയില്ലാത്തപ്പോൾ നടപടിയെടുക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കൂടി. എന്നിട്ട് എന്താ നടപടി? അന്വേഷണ വിധേയമായി സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സസ്പെൻഷൻ ഒരു പുറത്താക്കലല്ല, തൽക്കാലം കേസ് തീരട്ടെ, കേസ് തീർന്നിട്ട് കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ പപ്പനെ തൊടൂല. പത്മകുമാറിനെ തൊട്ടാലുള്ള പ്രശ്നം എന്താ അറിയോ? തൊട്ടാൽ എന്ത് എന്ന് പത്മകുമാർ കഴിഞ്ഞ ദിവസം പത്മകുമാറിന് അറിയാം എന്താ സംഭവിക്കാൻ പോണത്. പത്മകുമാർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു ആത്മകഥ ഉടനെ എഴുതാൻ പോകുന്നുണ്ട്, അതിനകത്ത് ചില വിവരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പത്രക്കാർ ചോദിച്ചാൽ എന്തൊക്കെ ഉണ്ടാകും? അപ്പോൾ പത്മകുമാർ ചില വിവരങ്ങൾ പറഞ്ഞു. ശബരിമലയിലെ പല കാര്യങ്ങളും ഞാൻ ദേവസ്വം ബോർഡ് ചെയർമാനായിരിക്കുമ്പോൾ പോലും ഞാൻ അറിയാതെയാണ് നടക്കുന്നത്. എനിക്ക് ദേവസ്വം മന്ത്രി പരസ്യമായി കത്തെഴുതി തന്നിട്ടുണ്ട്. എവിടെ? അവിടുത്തെ മേൽശാന്തിയുടെ തിരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്നയാളെ ഇന്നയാളെ നിയമിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് എഴുതി തന്ന കത്തുണ്ട്, ഞാൻ പുറത്തു വിടും. കടകംപള്ളി ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണേ, അത് ഓർക്കണം. ഒന്ന്. രണ്ട്, ശബരിമലയിൽ സ്ത്രീകളെ സമർത്ഥമായിട്ട് കയറ്റണം, ഞാൻ അതിന് അന്നേ എതിരാണ്. കയറ്റണം എന്ന് തീരുമാനിച്ചത് ഞാനല്ല. ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ പ്ലാനിട്ടത് ഞാൻ അറിഞ്ഞില്ല. ആ സമയത്ത് വളരെ സമർത്ഥമായിട്ട് എന്നെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഞാൻ ചെന്ന് ചോദിച്ചു, വിജയേട്ടാ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് അങ്ങയുടെ സെക്രട്ടറി വിളിച്ച് പറഞ്ഞല്ലോ. ആ സെക്രട്ടറിയോട് ചോദിക്കുക. സെക്രട്ടറി ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ CM അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ കാല് പിടിച്ച് പറഞ്ഞത്രേ, ദയവായിട്ട് എന്നോടൊന്നും പറയണ്ട, ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് വിളിപ്പിച്ചതാണ്, അങ്ങയെ അവിടുന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്താണ് ബിന്ദു അമ്മണി, ഓർമ്മയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഇനി ചെമ്പുപാളിയാണ് എന്ന് മിനിറ്റ്സിൽ എഴുതിയതിൻ്റെ താഴെ ഇയാൾ ഒപ്പിട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത് മിനിറ്റ്സ് എഴുതിയത് ഞാനല്ല, സാധാരണ റുട്ടീൻ പോലെ ഇത് എൻ്റെ മുമ്പിൽ വന്ന് ഒപ്പിടിക്കും, അങ്ങനെ ചെയ്യണ്ടാവുള്ളൂ, ചെയർമാൻമാരൊക്കെ അത്ര. അപ്പോൾ അത് എഴുതി ചേർത്ത് ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ട്. വേറൊന്ന്, 1,00,000 ടൺ മണൽ, പമ്പയിൽ അടിഞ്ഞുകൂടുന്ന മണലുണ്ടല്ലോ, ആ മണൽ വാരാൻ തീരുമാനിക്കുന്നത് ദേവസ്വമല്ല. മനസ്സിലായി? ദേവസ്വമല്ല. ദേവസ്വം അറിയാതെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരം ആ മണൽ സ്വകാര്യ വ്യക്തികൾക്ക് കടത്തിക്കൊണ്ടു പോകാൻ, വിൽപ്പന നടത്താനുള്ള ആലോചന നടന്നതും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു വെച്ചു പപ്പൻ. അതുകൊണ്ട് എന്താ ഉണ്ടായ ഗുണം? തോമസ് ഐസക്കും കൂട്ടരും അവിടെ നടപടിയെടുക്കാൻ വേണ്ടി ചെന്നു. പപ്പൻ്റെ പ്രസ്താവന അതിൻ്റെ തലേന്ന് പത്രത്തിൽ വന്നു. പിണറായിയോട് ചോദിച്ചു ആളുകൾ, അല്ല പപ്പൻ ഇങ്ങനെ അങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ എഴുതട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പോകുമ്പോൾ തോമസ് ഐസക്കിനോട് കാര്യം പറഞ്ഞയച്ചു, അവനെ പ്രകോപിപ്പിക്കല്ലേ,
തോമസ് ഐസക്കും കൂട്ടരും പറഞ്ഞു ഇപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, ഇപ്പോൾ തൽക്കാലം ഈ വലിയ സമ്മർദ്ദം ആളുകളുടെ ഉള്ളിലുള്ള സ്ഥിതിക്ക് പപ്പനോട് പറഞ്ഞു ഒരു സസ്പെൻഷൻ ഉണ്ടാവും കേട്ടോ, സസ്പെൻഷൻ. അതാണ് സ്ഥിതി. ഇത് രണ്ടും തമ്മിലൊന്ന് ചേർത്ത് വെച്ച് നോക്കൂ. ഇതിനൊക്കെ അവസരം കിട്ടിയത് എങ്ങനെ? ഏതോ കാലത്ത് പത്മകുമാർ ചെയർമാനായിരുന്നതിനെക്കുറിച്ചാണ് ഇപ്പോഴും ചർച്ച. അപ്പോൾ ഒരു സൂചനയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും. പ്രത്യേകിച്ചൊരു ദേവാലയത്തിൽ മോഷണം നടന്നാൽ അത് ചട്ടപ്പടി പോരല്ലോ, 2 ആഴ്ച പരമാവധിയാണ്. അതിനു മുമ്പ് എൻ്റെ മുമ്പിൽ എന്താണ് അവിടെ നടന്നത് എന്നതിൻ്റെ കൃത്യമായ കണക്ക് കിട്ടിയിരിക്കണം. കണക്കിൽ വരേണ്ട സ്വത്തുണ്ടോ അവിടെ, ദൈവത്തിൻ്റെ സ്വത്ത് സുരക്ഷിതമായിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ എത്ര പോയി, ഏത് വഴിക്ക് പോയി, ആര് കൊണ്ടുപോയി, അത് കണ്ടെത്താൻ 2 ആഴ്ച 15ാമത്തെ ദിവസം എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കണം എന്ന് ഉത്തരവിറക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളതും ഈ രാജ്യത്ത് തന്നെയാണ്. അതും എനിക്ക് തോന്നുന്നു അദ്ദേഹം യോഗി കൂടി ആയതുകൊണ്ട്, അദ്ദേഹം സന്യാസി കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ സ്വത്തിനോടുള്ള ഒരു പ്രത്യേകമായ ഉത്തരവാദിത്വവും അദ്ദേഹം കാണിക്കുന്നുണ്ടാവാം. എന്തായാലും ഒരു പാഠമാണത്, ഒരു താക്കീതാണ്, കൃത്യമായ ഒരു മാതൃകയാണ്. ആ മാതൃക ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപഠിച്ചാൽ നന്നു. കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നവർക്കും പണ്ട് ഭരിച്ചവർക്കും ഇനി ഭരിക്കാൻ പോകുന്നവർക്കും ഒക്കെയുള്ള ഒരു പാഠമാണത്. ഞാൻ പറയുന്ന BJPയിൽ നിന്ന് ഒരു നന്മ കണ്ടാൽ, ഒരു നല്ല മാതൃക കണ്ടാൽ, അപ്പോഴും ഈ ചീത്തവിളി ആ നേരത്തൊന്നും നിർത്തിവെച്ചിട്ട് ഈ BJP വിരുദ്ധതയും RSS വിരുദ്ധതയും പറയുന്ന നേരം കൊണ്ട് ഇതൊക്കെ ഒന്ന് അംഗീകരിച്ചാലും മാതൃകയാക്കി അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞൂടെ, ഇത് നന്നായി എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുകയാണെങ്കിൽ കൊള്ളാം. ഏതായാലും അത് നല്ല മാതൃകയാണ്. എല്ലാവർക്കും ഇത് ആളുകൾ അറിയട്ടെ. നമ്മുടെ മീഡിയ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ സൂക്കടുണ്ടല്ലോ മീഡിയക്ക്. ഉണ്ട്. യോഗി മുഖ്യമന്ത്രിയായപ്പോൾ തന്നെ ജനാധിപത്യത്തിലുള്ള എൻ്റെ വിശ്വാസം തകർന്നു എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകയുള്ള നാടാണ്. ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. എന്തായാലും നന്നായി. കാരണം ഇത് ഇത്തരത്തിൽ നമ്മളെങ്കിലും അല്ല, എനിക്കൊന്നും ആരെങ്കിലുമൊക്കെ ഇത് പറയാതിരിക്കില്ല, പഴയ പോലെ അല്ല. അത് വലിയ പാഠമാണ്. ദേശീയ പത്രങ്ങൾ വലിയ വാർത്തയാണെന്നേ. ദേശീയ പത്രങ്ങളിൽ വന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് വായിച്ചത് എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിലും ഹിന്ദുവിലും ഞാൻ വായിച്ചു. നല്ല വാർത്തയാണ്, അവർക്ക് വാർത്തയാണ്, മലയാളികൾക്ക് ഇപ്പോഴും വാർത്തയല്ല. ഏതായാലും കാണേണ്ടവർ കണ്ടാൽ നല്ലത്, അറിയേണ്ടവർ അറിഞ്ഞാലും മാതൃകയാക്കിയാലും ഒക്കെ നല്ലതാണ്. നല്ലത് എവിടെ കണ്ടാലും സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് ഭാരതീയ സംസ്കാരം, സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത്. നമ്മൾ അത് ജനങ്ങളോട് പറയുന്നു. തീർച്ചയായിട്ടും അത്രയും നമുക്ക് ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.